ഹായ് ഹോൾ. അപ്പോൾ ഈ കമൻറ്റ് കണ്ട പോലെ ഞാൻ ചത്തിട്ടില്ല, ഉണ്ട്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. സോ വെൽക്കം ബാക്ക്. ഞാനാണ് സെയിലർമാൻ. അപ്പോൾ ഫേസ് ഒന്നും കാണിച്ച് ഇതുവരെയുള്ള വീഡിയോസൊന്നും നമ്മുടെ പേജിൽ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് ഫസ്റ്റ് വീഡിയോ ഫുൾ ഫേസിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വീഡിയോ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മാസ്ക് ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ ഫേസ് കാണിച്ചുള്ള ഒരു വീഡിയോ ഞാനിപ്പം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ സെയിലർമാൻ. കുറേ നാളായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ വണ്ടിയില്ല, ബൈക്കില്ല. അപ്പം ബൈക്ക് ഞാൻ സെയിൽ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ബൈക്കിലോട്ട് ആ ഒരു ഫീൽഡിലോട്ട് പോയിട്ടില്ല. ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിൽ തന്നെ ഫുള്ള് ഡെഡായിട്ട് കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. യൂസ് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് നാളായി ഇപ്പം ടെമ്പററി അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പം എടുക്കാറില്ല. അത് കാരണം പഴയ വീഡിയോസ് എപ്പോഴും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഞാനും ഇട്ടിട്ട് മടുത്തു. പിന്നെ സംടൈംസ് ഞാൻ അത് കാണുമ്പോൾ തന്നെ എനിക്കും വിഷമം വരും. അത് കാരണം ഞാൻ അത് ഡീആക്ടിവേറ്റ് ചെയ്തേക്കുക, ടെമ്പററി ഡീആക്ടിവേറ്റ് ചെയ്തിട്ടേക്കുക. കുഴപ്പമില്ല, നമ്മൾ ഉടനെ എടുക്കും. ഉടനെ നമ്മൾ പഴയ പോലെ പവറായി തിരിച്ചു വരും ശരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കറൻലി ദുബായിലാണ്, നാട്ടിലല്ല. അപ്പം ഇപ്പം ദുബായിൽ സെറ്റിലാണ്, ഇവിടെ തന്നെ. അത് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം ഞാൻ ദുബായിൽ എന്ത് ചെയ്യുകയാണ്, എന്താണ് എൻ്റെ പരിപാടി, എന്താണ് ഇവിടെ സംഭവം ഒക്കെ. അതൊക്കെ വരുന്ന വീഡിയോസിൽ നമുക്ക് ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരേ വീഡിയോയിൽ ഷെയർ ചെയ്ത് സംസാരിച്ച് പോവാം. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ ഉള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഫുള്ള് കോണ്ടൻസ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാം കുറച്ച് നാളത്തേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബൈക്ക് എടുക്കുന്നവരെ നമ്മുടെ കോണ്ടൻസ് ഒക്കെ ഫുള്ളി ഒന്ന് ചേഞ്ച് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാൻ പോവാം. എല്ലാം നമ്മുടെ ചാനലിലെ എല്ലാ വക വീഡിയോസും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യും. കാരണം ഒരുപാട് കമൻസ് ഇപ്പോഴല്ല, കുറേ ഇടയ്ക്കൊരു 1 year ബാക്ക് ഞാൻ കുറേ കമൻസ് കണ്ട്. ഇങ്ങനെ ഇതുപോലത്തെ കുറേ കമൻസ്, ചത്തോ, എന്തു പറ്റി ബ്രോ, വാട്ട് ഹാപ്പൻഡ്, കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടു. ഇപ്പം എന്നെ മറന്നുപോയിട്ടുണ്ടാകും മേ ബി ഒരുപാട് പേര്. ഓർക്കാറില്ലായിരിക്കും. പണ്ടൊക്കെ കുറേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം 3 വർഷമായി. ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ എനിക്ക് ബാനിങ് കിട്ടി, ഒരു പ്രമോഷൻ്റെ ഇതായിട്ട്. അതൊക്കെ എങ്ങനെ പോയി, പിന്നെ അത് നോക്കാനോ ഒന്നും പോയിട്ടില്ല. ഇനി ലീവ് ഇറ്റ്. നമുക്ക് പഴയ പോലെ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റിൽ പിന്നെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാനും ശ്രമിക്കാം. ഇനിയും എൻ്റെ ഡെയിലി മൈ ലൈഫ്, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അൺബോക്സിങ്, പുറത്തു പോകുന്നതിൻ്റെ റിവ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ഈവൻ ചിലപ്പോൾ മേ ബി ഞാൻ ഒരു അനദർ ചാനലും കൂടെ തുടങ്ങും. മേ ബി ഒരു നമ്മൾ മൂവീസ് കണ്ട് റിയാക്ഷൻസ്, എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന അതേപോലൊരു ചാനലും എൻ്റെ ഒരു മൈൻഡിലുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ ഉണ്ട്, പ്ലാനൊക്കെ ഉണ്ട്. മേ ബി ഒരു ചാനലും കൂടെ ഞാൻ ഇതിൻ്റെ സൈഡായിട്ട് തുടങ്ങും. അതെല്ലാം സപ്പോർട്ട് വേണം നിങ്ങളുടെ. അപ്പം അതാണ് മെയിൻ തിങ്ക്. ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോയും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊക്കെ. സോ എനിവേ, താങ്ക് യു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗാഡ്ജറ്റ് മേടിച്ചു. ഇതാണ് സംഭവം. ഇത് ഇൻസ്റ്റ 360യുടെ തന്നെ ഒരു അൾട്ര എന്ന് പറയുന്നത് ഗോ അൾട്ര എന്ന് പറയുന്ന ഒരു ക്യാമറ. ഇത് നമ്മുടെ ഇനിയും അങ്ങോട്ടുള്ള എല്ലാ ജേർണിയിലും ഈ ക്യാമറ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഈ ഒരു ക്യാമറ ഞാൻ ചൂസ് ചെയ്തതും. എല്ലാ കാര്യങ്ങൾക്കും ഈവൻ ഇനി നമ്മളൊരു അപ്ഗ്രേഡ്, ബൈക്കിലോട്ടൊരു അപ്ഗ്രേഡ് പോയി കഴിഞ്ഞാൽ അതിൽ പോലും നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാം. ഈവൻ ഒരു വ്ലോഗ്, ഡെയിലി വ്ലോഗ്, പല കാര്യങ്ങൾക്കും ഈ ഒരു ക്യാമറ ബെറ്ററായിട്ട് തോന്നി. ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ക്യാമറയിലോട്ട് ഞാൻ വന്നത് ഫൈനലി. സോ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഇന്നത്തെ ഒരു ഇതും. പിന്നെ എൻ്റെ ഒരു ഫുള്ളി ഒരു ഇൻട്രോ, നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ്, അടുത്തൊരു പരിപാടി, അതാണ്. ഓക്കെ, ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് സാധനം. ഓക്കെ, തുറക്കാം. വാവ്, ഞാനിത് ഓപ്പൺ ചെയ്തില്ല, ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫ്ലാഷ് ബാക്ക്.
കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെ ഓക്കെ, പ്രശ്നമില്ല. മക്കളെ നമ്മളോടൊന്നും തോന്നല്ലേ. സോ ഇതാണ് ക്യാമറ. ഇത് നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ക്യാമറയാണ്. ബോക്സിംഗ് ഒക്കെ കൊള്ളാം. സോ ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്, കൊള്ളാമല്ലോ. ഓക്കെ സി ഇതുപോലെ കുറേ ഗോ ക്രിയേറ്റ്, ക്യൂ ക്യാപ്ചർ, ഗോ എൻജോയ്, ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇതൊക്കെ നമ്മൾ പിന്നെ മാനുവലുണ്ട്, കുറേ ബുക്കും പേപ്പേഴ്സ് എന്തിനോ വേണ്ടി കുറേ ഭാഷകളിൽ. ഓക്കെ, സ്റ്റിക്കറും ഉണ്ട്. നമുക്ക് 2 സ്റ്റിക്കേഴ്സും കിട്ടി, ഒരു യെല്ലോ കളറും ഒരു വൈറ്റ് കളർ സ്റ്റിക്കേഴ്സ്. സോ കുറേ മാനുവൽ, വേറെ ഏതോ എല്ലാ ഭാഷയിലും ഉണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പുതിയ ബുക്കുകളുടെ മണം അടിപൊളിയായി. ഓക്കെ ഇതാണ് ക്യാമറ. സോ ക്യാമറ ഇത് മൗണ്ട് ചെയ്ത ക്യാമറയാണ്. നമുക്കൊരു ഇതുപോലെ വരുന്നുണ്ട്, ഒരു മോണിറ്ററും ഉണ്ട് ഇതിൽ. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഫസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്ത് ഇവിടോട്ട് വെക്കുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മൗണ്ട്. യെസ്, ഇതാണ് മൗണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഷോ യു എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചാർജർ C2C. Then here we go, the monitor. ഇതാണ് മോണിറ്റർ. ഇതാണ് നമ്മുടെ സംഭവം. ഇതിലാണ് നമ്മൾ വിഷ്വൽസ് കാണുന്നത്. ദെൻ ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഇത്. നമുക്ക് ഈവൻ ഹെൽമെറ്റിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. ഈവൻ അത് നമുക്ക് വേണ്ട എങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് നമുക്കല്ലാതെ ഇത് മാത്രം യൂസ് ചെയ്ത് വിഷ്വൽസ് ചെയ്ത് നമുക്ക് കാണാം. ഇത് പോക്കറ്റിൽ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. ഇത് നമുക്ക് ചെസ്റ്റിലോ അല്ലെങ്കിൽ ഈവൻ വേറെ എവിടെയെങ്കിലും ഒക്കെ മൗണ്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇവരുടെ ഇൻട്രോ വീഡിയോ, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നതൊക്കെ. 4K ആണ്. സോ ആപ്പിൾ ഫൈൻഡ് മീ ഒക്കെ ഉണ്ട്, ഫൈൻഡ് മൈ സോറി. സോ ആക്റ്റീവ് HDR വീഡിയോ, ഹാൻഡ് ഫ്രീ ആണ്. യെസ്, ഹാൻഡ് ഫ്രീയാ. ഓക്കെ, അതാണ് സംഭവം. ഇത് ഇനി മൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഈവൻ നമുക്കിപ്പം എപ്പോഴും നമുക്ക് ക്യാമറ ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇത് ചെസ്സിൽ മൗണ്ട് ചെയ്ത് വെക്കാം. ഈവൻ ഇതിങ്ങനെ കഴുത്തിലിട്ടിട്ട് ഈവൻ ഇട്ടുക. സോ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ പൊക്കി വെച്ച് ഹാവ് ടു ദിസ് എ മാഗ്നറ്റ് വൺ, ദിസ് മാഗ്നറ്റ് മാഗ്നറ്റ് ചെയ്ത് യെസ് ഹെവി. ഓക്കെ, ഇതുപോലെ നമുക്ക് മൗണ്ട് ചെയ്ത് വെച്ച് നമുക്ക് സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. മൈക്കൊക്കെ മൈക്കൊക്കെ ഇതിൽ സപ്പോർട്ടബിൾ ആവും. വയർലെസ് മൈക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സംസാരിക്കാം. വേണ്ട സമയത്ത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്ത് വ്ലോഗും എടുക്കാം. സോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വെച്ച് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഓപ്ഷനിലോട്ട് ഞാൻ വന്നത്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒരു റിവ്യൂ, ഐ മീൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ ഇടാം. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും ഇടാം. ഇതിൻ്റെ ഒരു എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇതെനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ്. ഇപ്പം ദുബായിലെ പ്രൈസ് വെച്ച് 1500 dirhams വരുന്നുണ്ട് ഇതിന്. സോ എനിക്കൊരു ഓഫറിൽ ഇത് കിട്ടിയതാണ് പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് ബൈ ചെയ്തത്. സോ ഇതിൻ്റെ യഥാർത്ഥ വില അറൗണ്ട് ഒരു 1800 സംതിങ് ആണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഒരു ഫുൾ റിവ്യൂ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ഒപ്പം നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇത്രയും നാളും വീഡിയോസ് ഇടാത്തതിൽ ഐ റിയലി സോറി. ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ നാട്ടിലുള്ള ബൈക്ക് കൊടുത്തു. ഇവിടെ ഒരുപാട് ബൈക്സ് ഉണ്ട്. നമ്മൾ
മുന്നോട്ട് നമുക്കൊരു അവസരം കിട്ടും, നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിലൊരു ബൈക്ക് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നമ്മൾ വേറെ ലെവലായിരിക്കും, ഉറപ്പായിട്ട് നമ്മൾ വേറെ ലെവൽ വരും. അപ്പം അതുവരലേക്ക് നമുക്ക് ഇങ്ങനത്തെ കുറേ കോണ്ടൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് നമുക്ക് സംസാരിച്ചു കൊണ്ട് പോകാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു സൂൺ.